ഹലോ ലേഡീസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വെസ്റ്റീജ് ബിസിനസ്സിൽ നമുക്ക് എങ്ങനെയൊക്കെ വിജയിക്കാൻ പറ്റും, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വന്തമായി ഒരു ജോബ് ആഗ്രഹിക്കുന്ന ആളുകളാണോ? അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അവർക്കൊക്കെ നല്ലൊരു സുവർണ അവസരമാണ് നമ്മുടെ വെസ്റ്റീജ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രത്യേകത. നമുക്ക് എന്തൊരു ജോബ് നമുക്കിന്ന് തുടങ്ങണമെങ്കിലും, നമ്മളിന്ന് പഠിച്ച് ഒരു ജോലി നമുക്ക് നേടിയെടുക്കണമെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ആദ്യം നമ്മൾ ചിലവാക്കണം. അതല്ല, ഇനി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് ക്യാഷ് നമുക്ക് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണം അല്ലേ. പക്ഷെ വെസ്റ്റീജ് അങ്ങനെയല്ല. നമുക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, യാതൊരുവിധ മുതൽ മുടക്കും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മളുടെ ഇൻകം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ വെസ്റ്റീജിൽ എത്രമാത്രം ആക്റ്റീവായിട്ട് നമ്മളിതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ, നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അതിനനുസരിച്ച്, അതാണ് നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മുടെ ഇൻകം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരിക്കലും ഇതിൽ നമുക്കൊരു ബോസ് ഇല്ല. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്ത് എത്ര ഇൻകം വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഇഷ്ടമുള്ള സമയത്ത് നമുക്കിത് ചെയ്യാം എന്നുള്ളത് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു ജോബൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ആ ജോബിൻ്റെ ഇടയിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ച് നമ്മൾക്കൊരു ജോലിയായി, ഇപ്പോൾ ഹസ്ബൻഡാണ് പഠിച്ച് ജോലി ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും വൈഫിനെ കൂട്ടിയാൽ ജോലിക്ക് പോകാൻ പറ്റൂല, വൈഫിനെ കൂട്ടിയാൽ ജോലി ചെയ്യാൻ പറ്റൂല. പക്ഷെ വെസ്റ്റീജ് അങ്ങനെയല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നമുക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് കേട്ടോ. ഏത് വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഏതൊരു മലയാളം സംസാരിക്കുന്ന ആളുകളോടും ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെ കയ്യിൽ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് സൂമിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ വലിയ വിജയം വെസ്റ്റീജിലൂടെ നേടാൻ പറ്റും എന്നുള്ളത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ജീവിതത്തിൽ കടങ്ങളുള്ള ആളുകൾ, സ്വന്തമായി ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ ഒരു വീട് വെക്കാൻ കഴിയാത്ത ആളുകൾ, അതുപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലൊരു സുവർണാവസരമാണ്. അതുപോലെ തന്നെ ഒരിക്കൽ പോലും നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. കാരണം ടെൻഷൻ ഇല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മളിത് വെസ്റ്റീജ് നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഈ ഒരു അവസരം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഒരാളോടും നമ്മൾ പണമിടപാട് നടത്തണില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ആളുകൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൈസ വെച്ചിട്ടുള്ളൊരു കളി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനും വെസ്റ്റീജ് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തൊഴിലില്ലായ്മ എന്നുള്ളത്. പല മക്കളും ഇന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷേ തൊഴിൽ വേണ്ട രീതിയിൽ ഇന്ന് നമ്മുടെ മക്കൾക്കൊന്നും വേണ്ട രീതിയിൽ തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു തൊഴിലവസരം ആയിട്ട് ഇന്ന് ഒരുപാട് ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആർക്കാണോ ജീവിതത്തിൽ നല്ലൊരു വിജയം നേടിയെടുക്കേണ്ടത്, ജീവിതത്തിലുള്ള ഒരുപാട് മോഹങ്ങൾ കുഴിച്ചു മൂടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ആ മോഹമൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണോ അവർക്കൊക്കെ വെസ്റ്റീജ് ബിസിനസ് ഏറ്റവും നല്ലൊരു അവസരമാണ്.
അപ്പോൾ ഇനി ഞാൻ വിജയിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിവിടെ പറയാം. അപ്പോൾ ഇതിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വിജയിച്ച ലീഡേഴ്സിനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. വിജയിച്ച ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പല ആളുകളും ഇന്ന് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, വെസ്റ്റീജിനെ കുറിച്ച് ഒട്ടും തന്നെ കേട്ടിട്ടില്ലാത്ത ആളുകൾ എന്താണോ പറയുന്നത് അത് കേട്ട് പിന്തിരിഞ്ഞ് വെസ്റ്റീജ് ചെയ്യാതെ അതിന് എന്താണ് പിന്തിരിഞ്ഞ് പോണത് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോടാണ് എപ്പോഴും നമ്മൾ ചോദിച്ചറിയാൻ ശ്രദ്ധിക്കേണ്ടത്. അറിയാത്ത ഒരാളോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനി എന്ത് കാര്യം തന്നെയാണെങ്കിലും ആ പറഞ്ഞു തരുന്നതിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു മറുപടി കിട്ടൂല. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളവിടെ നെഗറ്റീവായി പോകും. അപ്പം അതുകൊണ്ടാണ് വിജയിച്ച ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക, വിജയിച്ച ലീഡേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വിജയിക്കാൻ വേണ്ട മറ്റൊരു കാര്യം, അനാവശ്യമായിട്ട് സമയം കളയാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതികൾ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതന്നെയാണ് നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും വിജയിക്കാൻ നമുക്ക് ഒന്നാമത് വേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ചിന്താഗതി എപ്പോഴും നെഗറ്റീവിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനന്തര ഫലങ്ങളും എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെസ്റ്റീജ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ ചിന്തിച്ചോളണം എന്നില്ല. അപ്പോൾ പല ആളുകളും പെട്ടെന്ന് പോസിറ്റീവായി നമ്മളുടെ കൂടെ വരും, പല ആളുകളും തുടക്കത്തിലൊക്കെ പോസിറ്റീവായിട്ട് അവർ പറഞ്ഞ് പിന്നീട് പല നെഗറ്റീവും പറഞ്ഞ് പിന്തിരിഞ്ഞ് പോണതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളൊരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വിജയിക്കുന്നത് വരെ, നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പല ആളുകളും പല നെഗറ്റീവും പറയും. അപ്പോൾ നമ്മളിവിടെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വിജയിക്കുന്നത് വരെ നമ്മളിവിടെ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ബിസിനസ്സിൽ നമ്മൾ യഥാർത്ഥ വിജയത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത് വരെ വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെസ്റ്റീജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ട നമുക്ക് കിട്ടുന്ന മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, പിന്നെ അതേപോലെ തന്നെ ഹാൾ മീറ്റിംഗ്, പിന്നെ നമ്മളെ സൂം മീറ്റിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കുക, അതിലൂടെ നമ്മളുടെ അറിവുകളെ നമ്മൾ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെസ്റ്റീജിനെ കുറിച്ച് എത്രമാത്രം നമുക്ക് നോളജ് ഉണ്ടോ ആ നോളജിനനുസരിച്ചിരിക്കും നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ വലിപ്പം കേട്ടോ. അപ്പോൾ വെസ്റ്റീജിൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ് നമ്മൾ മാക്സിമം നമ്മൾ കൂട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നോളജ് നമ്മൾ കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്നാണ് ഈ നോളജ് കൂട്ടിയെടുക്കുക? നമ്മൾ ഓരോ ഹാൾ മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുക, നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സൂം മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. സൂം മീറ്റിംഗ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം ഇതിലൂടെ കൂടുതൽ ഇന്ന് ഇൻകം വാങ്ങുന്ന ഓരോ ലീഡേഴ്സും കൃത്യമായിട്ട് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ലീഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ സൂം മീറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സൂം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലീഡേഴ്സിനോട് ഇതുപോലെ തന്നെ സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മുടെ കൂടെ ആരൊക്കെയാണോ വെസ്റ്റീജിലൂടെ വിജയം ആഗ്രഹിച്ചു വന്നത് അവരൊക്കെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും സൂം മീറ്റിങ്ങുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ അതേ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ഫോളോ ചെയ്യാനും വിജയിക്കുന്നത് വരെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും നമുക്ക് ഉള്ള അറിവ് വെച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഉള്ളൊരു തൻ്റെ ഇടം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്
അതായത് ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലീഡേഴ്സിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന അതേ സിസ്റ്റം, അപ്പോൾ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ലീഡേഴ്സിന് ഇതേ സിസ്റ്റം ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് അവർക്കും വിജയിക്കാൻ പറ്റുള്ളൂ. അവർ വെസ്റ്റീജിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്ന ആളുകളും എത്രമാത്രം വിജയിച്ച് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ടീമിനെ ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 5 വർഷത്തെ അതല്ലെങ്കിൽ ഒരു 4 വർഷത്തെ കോഴ്സ് ആയിട്ടെങ്കിലും ഇത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനൊക്കെ ഇവിടെ വിജയിച്ച് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീം ലീഡേഴ്സ് ഒന്നും ഓരോരുത്തരും വിജയിച്ച് കയറി വന്നിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെയാണ്. വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് ഓരോ ലീഡേഴ്സും ഇന്ന് വിജയിച്ച് കയറി വരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാനും ഇന്ന് വിജയിച്ച് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനും ക്ഷമയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് ഇതൊരു കോഴ്സായിട്ട് ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്കും വിജയിച്ച് ഇത്രയും നല്ലൊരു ലെവലിൽ എനിക്ക് എത്താൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഓരോ ലീഡേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്താണോ വെസ്റ്റീജിലൂടെ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ്. നമ്മുടെ വെസ്റ്റീജിലൂടെ നമ്മളൊരു ഇൻകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പാസീവ് ഇൻകം കൂടിയാണ്. നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻകം നമ്മളില്ലെങ്കിലും നാളെ നമ്മുടെ മക്കൾക്ക് അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് വെസ്റ്റീജിലൂടെ കാറ്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീട്, ഇഷ്ടപ്പെട്ട ടൂർ പോകാനുള്ള ഒരു ഫണ്ട്, ഇതൊക്കെ നമുക്ക് ഒരു പാസീവായിട്ട് നമുക്ക് അത് ഒരിക്കലും നിൽക്കാത്ത ഒരു വരുമാനമായിട്ട് നമുക്കത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളില്ലെങ്കിലും നാളെ നമ്മുടെ മക്കൾക്ക് ഇത് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമല്ല മക്കളെ രക്ഷപ്പെടുന്നത്, നമ്മുടെ കൂടെ വരുന്ന ഓരോ ലീഡേഴ്സ് വിജയിച്ച് കയറി വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നാളെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ അവർക്കും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഇതിന് വിജയിക്കും വരെ നിങ്ങൾ വെസ്റ്റീജിൽ അടിയുറച്ച് നിൽക്കണം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പേഴ്സണലായിട്ട് വാട്സപ്പിൽ വരിക. അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ട് വേണ്ട ആളുകളും വാട്സപ്പിൽ ഒന്നുകൂടി വരികയാണെങ്കിൽ ഞാൻ അവർക്കുള്ള കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് നിങ്ങളുടെ അഭിപ്രായം ഗ്രൂപ്പിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ.